നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നതിന് കളിമുറ്റവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുമെല്ലാം കോർത്തിണക്കി പണി തീർത്ത ചന്ദ്രാപിന്നിയിലെ പുസ്തകപ്പുര എന്ന ഗ്രന്ഥശാല ശ്രദ്ധേയമാകുന്നു. ബെന്നി ബെഹനാൻ MP മാളയിൽ പര്യടനം നടത്തി. 2ാം വട്ടവും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ നന്ദി സൂചകമായാണ് ബെന്നി ബെഹനാൻ മാളയിൽ വാഹന പര്യടനം നടത്തിയത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ടും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ശനിയാഴ്ച ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. ആന്ധ്രാതീരത്തിനും തെലങ്കാനയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് നിലവിലെ മഴയ്ക്ക് കാരണം. ശനിയാഴ്ച കേരള തീരത്ത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നതിന് കളിമുറ്റവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുമെല്ലാം കോർത്തിണക്കി പണി തീർത്ത ചന്ദ്രാപിന്നി ഗ്രാമത്തിലെ പുസ്തകപ്പുര എന്ന ഗ്രന്ഥശാല ശ്രദ്ധേയമാകുന്നു. ഒരു നാടിനെ മുഴുവൻ അക്ഷരങ്ങളുടെ ലോകത്ത് ചേർത്ത് പിടിക്കുകയാണ് ചന്ദ്രാപിന്നി. കണ്ണനാംകുളം ക്ഷേത്രത്തിനടുത്ത് ആരംഭിച്ച ട്രോപ്പിക്കൽ എഡ്യു ഹബിനോട് ചേർന്ന പുസ്തകപ്പുര. കുറച്ച് പുസ്തകങ്ങളും സ്വന്തമായി കെട്ടിടവുമായി ഒരു വായനശാല പ്രവർത്തനം തുടങ്ങുന്നു. 1 മാസം തികയുന്നതിന് മുമ്പേ അംഗത്വം എടുത്തവരുടെ എണ്ണം 40 കഴിഞ്ഞു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും ആജീവനാന്ത അംഗങ്ങൾ. നാടിനാകെ അക്ഷര വെളിച്ചം പകരുകയാണ് പുസ്തകപ്പുര ഇപ്പോൾ. UAE-യിലെ കലാ-സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും ഡോക്ടർ അംബേദ്കർ എക്സലൻസി നാഷണൽ അവാർഡ് ജേതാവും ചന്ദ്രാപിന്നി കണ്ണനാംകുളം സ്വദേശിയുമായ സുഭാഷ് ദാസാണ് വായനശാലയുടെ അമരക്കാരൻ. പഠന കാലഘട്ടം മുതൽ പുസ്തകങ്ങളെ പ്രണയിച്ചിരുന്ന സുഭാഷിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നാടിനായി ഒരു വായനശാല സ്വന്തമായി പണി കഴിപ്പിക്കണമെന്നത്. വർഷങ്ങൾക്ക് ശേഷം ആ ആഗ്രഹം നിറവേറിയതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് ഈ പ്രവാസി. നാടിൻ്റെ നഷ്ടപ്പെട്ട പഴയ മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനശാലയ്ക്ക് തുടക്കമിട്ടതെന്ന് സുഭാഷ് ദാസ് പറയുന്നു. വായനശാലയ്ക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യ കടമ്പ. വീടിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ 10 സെന്റ് സ്ഥലം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ സുഭാഷ് സ്വന്തമാക്കി. സ്വന്തം പ്ലാനിനനുസരിച്ച് 1300 ചതുരശ്ര അടിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം പണിയും മാസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം പൂർത്തിയാക്കി. ഇക്കഴിഞ്ഞ മെയ് 19-ന് വായനശാല കവി ആലങ്കോട് ലീലാകൃഷ്ണനും സംവിധായകൻ പ്രിയാനന്ദനും ചേർന്ന് നാടിന് സമർപ്പിക്കുകയും ചെയ്തു. വായനശാലയിലേക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. ഡിജിറ്റൽ യുഗത്തിൽ കളികളിലൂടെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ ആകർഷിക്കുകയാണ് അതിനുള്ള മാർഗമെന്ന് തിരിച്ചറിഞ്ഞതോടെ കുറച്ച് കളിയുപകരണങ്ങൾ വാങ്ങി. വേനൽ അവധിയിൽ കളികൾക്കൊപ്പം അവർ പുസ്തകങ്ങളെയും കൂട്ടുകാരാക്കി. കണ്ടും കേട്ടും അറിഞ്ഞ മുതിർന്നവരും വായനശാലയുടെ ഭാഗമായി മാറി. പുസ്തകങ്ങളുടെ എണ്ണവും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 1500-ലധികമായി. അവിടെയും തീർന്നില്ല. അവധി ദിവസങ്ങളിൽ പുസ്തക ചർച്ചയും സംവാദവും സെമിനാറുകളുമൊക്കെയായി പുസ്തകപ്പുര ഇപ്പോൾ സജീവമായി കഴിഞ്ഞു. പുസ്തകപ്പുര സ്ഥിതി ചെയ്യുന്ന ട്രോപ്പിക്കൽ എഡ്യു ഹബിൽ 150ഓളം പേർക്കിരിക്കാവുന്ന ഹാളും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. മുഴുവൻ സമയ പ്രവർത്തനങ്ങൾക്ക് സേവന തൽപരരായ ഭരണസമിതിയും ഒപ്പമുണ്ട്. ദിവസങ്ങൾ കഴിയുന്തോറും അംഗസംഖ്യ കൂടുന്നുണ്ടെങ്കിലും പ്രായമായവർക്കും മറ്റു പുസ്തകങ്ങൾ എത്തിക്കുന്നതിനായി വീടുകൾ തോറും ക്യാമ്പയിൻ നടത്തി വായനശാലയെ കൂടുതൽ ജനകീയമാക്കാനുള്ള ശ്രമത്തിലാണ് ഭരണസമിതി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ബെന്നി ബെഹനാൻ MP മാളയിൽ പര്യടനം നടത്തി. 2ാം വട്ടവും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ നന്ദി സൂചകമായാണ് ബെന്നി ബെഹനാൻ മാളയിൽ വാഹന പര്യടനം നടത്തിയത്. AA അഷ്റഫ്, VA അബ്ദുൽ കരീം, സോയി കോലഞ്ചേരി, വക്കച്ചൻ അമ്പൂക്കൻ, മറ്റു പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതിയോടുകൂടി കണ്ടുകൊണ്ട് ഉത്തരവാദിത്തബോധം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ വിനയപക്ഷി അഭ്യർത്ഥിക്കുകയാണ്. ദീർഘമായി ഞാൻ പറയുന്നില്ല. മാറയിൽ ഒരു പാരമ്പര്യമുണ്ട്. അത് ബഹുമാനായ ശ്രീ K. കരുണാകരൻ എന്ന പാരമ്പര്യം
പാരമ്പര്യമാണ്. ബഹുമാനായ ശ്രീ കെ കരുണാകരൻ വിത്തിട്ട് മുളപ്പിച്ചതാണ് മാലയുടെ ഐക്യജനാധിപത്യ മുന്നണി. അത് ഇന്നും പുഷ്ടിമയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതാണ് ഈ മാളയുടെ പാരമ്പര്യം. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ ദശവത്സരാഘോഷത്തിന്റെ ഭാഗമായി നോളജ് സീരീസ് പ്രഭാഷണ പരമ്പര ആരംഭിച്ചു. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ലോകപ്രശസ്ത എക്കണോമിസ്റ്റും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായ ഡോക്ടർ പറക്കാല പ്രഭാകർ നോളജ് സീരീസ് പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. At your age, I did not speak English. I studied in a Telugu medium, that's my mother tongue. I studied English much later. So, you have a lot of advantage. The reason why I said I'm very happy is, as I said, I come from a political family. My father, my grandfather, my uncles, my aunts, they were all freedom fighters. You know what is a freedom fighter? Most people don't know. That's why I like you. You know. They all went to jail. My father went to jail when he was just about 18 or 19. During the Quit India movement. And after independence came, my father was a legislator for a long time. He was also a minister. My mother also was a... സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജിജി ജോസ്, ഡയറക്ടർ അന്ന ഗ്രേസ് രാജു, അക്കാദമിക് കോർഡിനേറ്റർ ആലിസ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു. മാള ISTയിൽ ഈദ് സുഹൃത്ത് സംഗമം നടന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KM നാസർ അധ്യക്ഷത വഹിച്ചു. IST ഇമാം സലീം മൗലവി ഈദ് സന്ദേശം നൽകി. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, വാർഡ് അംഗം ഉഷ ബാലൻ, PK സുധീഷ്, ഡേവിസ് പാറേക്കാട്ട്, PV പാപ്പച്ചൻ, സിനി ജോഷി, NA ഹസൻ എന്നിവർ സംസാരിച്ചു. ഹജ്ജിനോടനുബന്ധിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള വിശ്വാസികൾ ആഘോഷിക്കുന്ന ഒരു ഈദ് ആഘോഷം, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അബ്രഹാം പ്രവാചകൻ എന്ന് പറയുമ്പോൾ ബൈബിളിലും അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 പുത്രന്മാരുടെ പേരുകളിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ ഏകദേശം ചരിത്രങ്ങളൊക്കെ ഒരുപോലെ രണ്ടിലും വിശദീകരിക്കുന്നു. അബ്രഹാം പ്രവാചകൻ്റെ നിസ്തുലമായ ത്യാഗസന്നദ്ധമായിട്ടുള്ള ജീവിതം. മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് UP സ്കൂളിൽ വായനാ ദിന മാസാചരണത്തിന് തുടക്കമായി. ജൂൺ 19 മുതൽ ജൂലൈ 18 വരെയാണ് വായനാ ദിന മാസാചരണം. സാംസ്കാരിക പ്രവർത്തകൻ സുജൻ പൂപ്പത്തി വായനാ ദിന സന്ദേശം നൽകി. പ്രധാന അധ്യാപിക സീമ S, ബീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ലാസ് തല വായനാ കാർഡ് നിർമ്മാണ മത്സരം നടത്തി. കുട്ടികൾ തയ്യാറാക്കിയ വായനാ കാർഡുകളുടെ പ്രദർശനവും സ്വന്തം വായനാ കാർഡ് ഉപയോഗിച്ച് കൂട്ടവായനയും നടത്തി. KG വിദ്യാർത്ഥികൾ അക്ഷരപ്പൂക്കൾ കൊണ്ട് വായനാ ദിനം മനോഹരമാക്കിയത് കൗതുക കാഴ്ചയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നതിന് കളിമുറ്റവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുമെല്ലാം കോർത്തിണക്കി പണി തീർത്ത ചന്ദ്രാപിന്നിയിലെ പുസ്തകപ്പുര എന്ന ഗ്രന്ഥശാല ശ്രദ്ധേയമാകുന്നു. ബെന്നി ബെഹനാൻ MP മാളയിൽ പര്യടനം നടത്തി. 2ാം വട്ടവും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ നന്ദി സൂചകമായാണ് ബെന്നി ബെഹനാൻ മാളയിൽ വാഹന പര്യടനം നടത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.